ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മൾ പിന്നെയും SS തിരുവല്ലയിലാണുള്ളത്. ഏറ്റവും പുതിയ 2024 ഹുണ്ടായി ക്രെറ്റ ഫേസ് ലിഫ്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. പ്രൈസ് വരുന്നത് 10.99 ലാക്സ് തൊട്ട് 19.99 ലാക്സ് വരെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ടോപ്പിൻ്റെ വേരിയൻറ്റ് മാനുവൽ പെട്രോൾ ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും പുതിയ ഹുണ്ടായി ക്രെറ്റയുടെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഒരു ബോക്സി ടൈപ്പാണ്. ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബോൾഡ് ലുക്കായിരുന്നു. സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴേക്കും അതിനൊരു കേവ് ഒക്കെ വന്നിട്ടൊരു സോഫ്റ്റ് ലുക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വെർഷനാണിത്. കുറച്ചും കൂടി ഒരു ബോൾഡ് ഫീൽ അല്ലെങ്കിൽ മറ്റേ സോഫ്റ്റിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. ഗ്രില്ലെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം ഗ്രില്ലുകൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു ബോക്സ് ടൈപ്പാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയാം. ഇവിടെയായിട്ട് കൊണ്ടായിട്ട് പുതിയ ലോഗോ, അതുപോലെ തന്നെ 360 ഡിഗ്രിക്ക് വേണ്ടിയുള്ള ഒരു ഫ്രണ്ട് ക്യാമറയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് റഡാറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു അലൂമിനിയം ഫിനിഷോട് കൂടിയാണ് താഴ്വശം വരുന്നത്. പിന്നെ മുകളിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഡോസിലൊക്കെ പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള DRLും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തേക്കുന്നത്. താഴെയായിട്ടാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. മുകളിൽ ഹൈ ബീം, താഴെ ലോ ബീം, ആ രീതിയിൽ LED ഹെഡ്ലാമ്പ്സാണ് വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു എയർ വെൻസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് ഈ ഒരു മോഡലിൽ. പിന്നെ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ക്രെറ്റ ഇതായിട്ട് കാര്യമായ ഒരു ചേഞ്ചസും ഇല്ല. ലെങ്ത്ത് മാത്രം ഒരു 30 mm, അതായത് ഒരു 3 സെൻറ്റിമീറ്റർ മാത്രമേ ലെങ്ത്ത് കൂടുതലുള്ളൂ. വേറെ വിത്ത് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ഒന്നും വേറെ വീൽ ബേസ് ഒന്നും വേറെ ചേഞ്ചസ് വന്നിട്ടില്ല. പുതിയ ഡിസൈൻ അലോയ് വീൽസാണ് വരുന്നത്. അത് 17 ഇഞ്ച് വീൽസാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ എല്ലാ വേരിയൻറ്റിലും ഡിസ്ക് ബ്രേക്കുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മിറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രിക്ക് വേണ്ടിയുള്ള ക്യാമറ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു മിറർ വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ഫോൾഡ് ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റർ ആൻഡ് ഹീറ്റിംഗ് ഫംഗ്ഷനോട് കൂടിയ ഒരു മിററാണ് ഈ വരുന്നത്. സൈഡ് വേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ സെയിം ക്രെറ്റ തന്നെയാണ്. അലോയുടെ ഡിസൈൻ മാത്രമേ ചേഞ്ച് ഉള്ളൂ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഒരു പഴയ ക്രെറ്റ, ഈ ഒരു എലമെൻ്റ് ഉൾപ്പെടെ ഈ പഴയ ക്രെറ്റയിലെ സെയിം അത് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ബാക്ക് സൈഡ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നല്ലൊരു ലുക്ക് വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് ഈ ക്രെറ്റയുടെ കാര്യത്തിൽ. ഇങ്ങനെയാണ് ഏറ്റവും പുതിയ ഹുണ്ടായി ക്രെറ്റയുടെ ബാക്ക് സൈഡ് വരുന്നത്. മേളിലായിട്ട് ഷാർപ്പിന് ആൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോയിലർ വരുന്നുണ്ട്. പിന്നെ നല്ല നീളത്തിലൊരു സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നത് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ടെയിൽ ലാമ്പ് വരുന്നത്. ഈ ഹുണ്ടയുടെ പുതിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ലോഗോ വരുന്നത് ഈ ഒരു ലാമ്പിൻ്റെ അകത്താണ് ഈ ഒരു ലോഗോ വരുന്നത് എന്നുള്ളതാണ് വേറെ കാര്യം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് SX വേരിയൻ്റാണ്. ടോപ്പിൻ്റെ മാനുവലാണ്. അപ്പോൾ അതിൻ്റെ എക്സസ് എന്ന ബാച്ചിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെറ്റയുടെ ബാച്ചിങ് ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിവേഴ്സ് ലാമ്പ് വരുന്നത് ഏറ്റവും താഴെയായിട്ട് ഈ പോർഷനായിട്ട് ഇവിടെയായിട്ടാണ് നമ്മുടെ റിവേഴ്സ് ലാമ്പ് സെൻട്രലൈസ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. 433 ലിറ്ററാണ് നമ്മുടെ ക്രെറ്റയുടെ ബൂട്ട് സ്പേസ് വരുന്നത്. ബൂട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് ബോസിൻ്റെ ഒരു സബ് വൂഫർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ബൂട്ടി വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ പാഡ് ഒരു ഗ്രേ ഒരു കളർ തീമാണ് വരുന്നത്. പവർ വിൻഡോസിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ കൺട്രോളിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അലൂമിനിയം ഫിനിഷോട് കൂടി ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. താഴെയായിട്ട് ബോസിൻ്റെ സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെയും വരുന്നുണ്ട്. ഇതാണ് ഫ്രണ്ടിലെ ഡോർ പാഡ് ഇപ്പോൾ പറയാനുള്ളത്. അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചുകൾ, അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകളുടെ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് പുതിയ നമ്മുടെ ഹുണ്ടായി ക്രെറ്റയുടെ ഇൻറ്റീരിയർ വരുന്നത്. ഈ സ്റ്റിയറിംഗ് വീലെല്ലാം പഴയ ആ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഗ്രേ ഒരു കളറാണ്, ബ്ലാക്ക് കളർ ഗ്രേ ഒരു കളറായിട്ടുള്ള രീതിയിലാണ് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. ഓഡിയോ കൺട്രോൾ, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ, അതുപോലെ തന്നെ അഡാസ് 2 ലെവൽ വരുന്നതുകൊണ്ട് തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ AC യുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. ഡുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഇതിനകത്ത് വരുന്നത്. ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ
10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ താഴെയായിട്ട് ഇൻസ്റ്റോൺ ഗ്ലാസിൻ്റെ അവിടെ കൂടെ ഒരു കോപ്പർ കളറിലെ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ പ്രീമിയം വാഹനം പോലെ ചെറിയൊരു ഈസി ഇവൻസും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് മാനുവലി തന്നെ ക്ലൈമറ്റ് കൺട്രോൾ അതുപോലെ തന്നെ ഓഡിയോ കൺട്രോൾസിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലും കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്വിച്ചസ് മാനുവലായിട്ട് സ്വിച്ചസിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ താഴേക്ക് വരാമെന്നുണ്ടെങ്കിൽ സാറിനുള്ള പോലെ തന്നെ 12 വാട്ടിന് USB പോർട്ട് അതുപോലെ തന്നെ C പോർട്ട് USB-A പോർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ക്രെറ്റയുടെ ടോപ്പ് എൻഡ് മാനുവൽ ഓപ്ഷനിലാണ് ഇരിക്കുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. അതിൻ്റെ ഗിയർ ലിവറും കാര്യങ്ങളും കാണാൻ സാധിക്കും. അതുപോലെ സീറ്റിൻ്റെ വെൻറ്റിലേഷൻ്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 360 ഡിഗ്രി വ്യൂവിനുള്ളൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ച് കാണാം. ഇവിടെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ഈ ആംബ്രസ്റ്റിൽ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറെ പറ്റി പറയുകയാണെങ്കിൽ. ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡാഷ് ബോർഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള AC വെൻസ് ആണ്. ശരിക്കും ഒരു പ്രീമിയം വാഹനങ്ങളെ പോലെ ചെറിയൊരു AC വെൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ താഴെയായിട്ട് ഇവിടെ നമുക്ക് ഫോണോ എന്തെങ്കിലും വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു റബ്ബർ ഒരു അത്യാവശ്യം ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാം നമുക്കൊരു ആംബിയൻ ലൈറ്റിംഗ് കാണാനായിട്ട് സാധിക്കും. മുകളിലായിട്ട് സ്പീക്കറിനുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഓട്ടോ DRVM കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ സൺഗ്ലാസ് ഹോൾഡർ അതുപോലെ തന്നെ ലാംപ്സ് പിന്നെ ഒരു വലിയ പാനോറാമിക് സൺറൂഫ്. അപ്പോൾ അതിൻ്റെ കൺട്രോളുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബാക്കിലെ ഡോർ പാഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺബൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ബാക്കിലൊരു ഗ്രേ തീമാണ് വരുന്നത്. ഇവിടെയൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ബോസിൻ്റെ സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഇതാണ് ബാക്കിലെ ഒരു ഡോർ പാഡ് എന്ന് പറയാം. അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റാണ് വരുന്നത്. റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ചെറിയൊരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആംറെസ്റ്റും വരുന്നുണ്ട് ബാക്ക് ഡ്രോയിലേക്ക്. ആയിട്ട് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് അതുപോലെ തന്നെ 2 USB-C പോർട്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ബാക്കി വരുന്നുണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ സെൻട്രൽ ടണലാണെങ്കിലും അധികം സെൻട്രൽ ടണൽ ഇല്ലാത്തതുകൊണ്ട് 3 പേർക്കും അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 ഡോറിൻ്റെ സീറ്റിൻ്റെ ബാക്കിലും സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്ക് റോയിലെ ലാമ്പ് വരുന്നത് ഇവിടെയായിട്ടാണ്. ഈ ഒരു ഗ്രാബ് പാനലിൻ്റെ അകത്തായിട്ടാണ് ലാമ്പ് വരുന്നത്. സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ADAS Level 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ, എയർ ബാഗ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മളിനി എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല നീറ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോയ്സ് ക്യാൻസലേഷന് വേണ്ടി സീലിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹൈഡ്രോളിക് ഫുഡെല്ലാം വരുന്നത് നോർമൽ സ്റ്റണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. നോ ടർബോ വെർഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ടർബോ വെർഷനും അതുപോലെ പെട്രോൾ ടർബോ വെർഷനും അവൈലബിൾ ആണ്. ഈ ഒരു എഞ്ചിന് 113 PS പവറും അതുപോലെ തന്നെ 143 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്.